ഹലോ, ഇന്ന് നമുക്ക് ഒരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ രാവിലെ 8 മണിക്ക് പോയിട്ട് റിട്ടേൺ 3 മണിക്കാണ് വന്നത്. അന്നേരം വന്ന് കയറിയപ്പോൾ നല്ല അടിപൊളി മഴയായിരുന്നു. കൊച്ചു കുറച്ച് ടയേർഡായിരുന്നു കേട്ടോ. അന്നേരം ഞാൻ വന്ന ഉടനെ തന്നെ കുഞ്ഞിനെ നല്ല ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ചു കേട്ടോ. നമ്മൾ ഈ കുറച്ച് ദിവസമായിട്ട് ആട്ടുംപാൽ വാങ്ങിക്കുന്നുണ്ട്. എനിക്ക് പാൽ വേണമെന്നാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോയിട്ട് പാലൊക്കെ തിളപ്പിക്കാൻ വെക്കുകയാണ്. അന്നേരം ഞാൻ കുപ്പിയിൽ നിന്ന് ഒഴിക്കാൻ നേരത്തെ അമ്മ ഞാൻ ഒഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും അവൻ ചെയ്യാമെന്ന് പറഞ്ഞു. അന്നേരം പെട്ടെന്ന് ഞാനത് എടുത്തിട്ട് കുറച്ച് ഒഴിച്ചപ്പോൾ വേണ്ട വേണ്ട എനിക്കത് മൊത്തം വേണമെന്നാട്ടോ അവൻ പറയുന്നത്. അത് ഞാൻ പെട്ടെന്ന് അതെല്ലാം അടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ എല്ലാം വൃത്തിയാക്കട്ടെ. കുറേ പണിയുണ്ട്. നമ്മൾ ശനിയാഴ്ച പോയതാണ്. അന്നേരം വന്നപ്പോൾ കുറേ തുണി അലക്കാനുണ്ടായിരുന്നു. മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ടെന്ന് പെട്ടെന്ന് തുണിയെല്ലാം മുക്കി വെച്ചിട്ട് അവന് നമ്മൾ ബൂസ്റ്റ് ഇട്ടാട്ടോ കൊടുക്കുന്നത്. ബൂസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു എളുപ്പമാണ് പാൽ കുടിക്കാൻ വേണ്ടിയിട്ട്. അന്നൊരു സ്ട്രോയും കൂടെ ഇട്ട് കൊടുക്കും. അന്നേരം പെട്ടെന്ന് വലിച്ചു കുടിച്ചോളൂ കേട്ടോ. എന്നിട്ട് ഞാനത് കൊടുത്തിട്ട് അവന് കാർട്ടൂണും വെച്ച് കൊടുത്തിട്ട് ഞാൻ ബാക്കി പണിക്ക് വേണ്ടിയിട്ട് പോവാട്ടോ. അന്നേരം അവനോട് ചോദിക്കുക ടേസ്റ്റ് ഉണ്ടോയെന്ന്. അന്നേരം ടേസ്റ്റ് ഉണ്ട് അമ്മ പൊക്കോ, അമ്മ പോയി ജോലി ചെയ്തോന്നാട്ടോ പറയുന്നത്. ഹൈദി എന്ന് പറഞ്ഞിട്ടുണ്ട് ഭയങ്കരമായിട്ട് അഡിക്റ്റാട്ടോ. ഇതവിടെ ഇരുന്ന് കുറേ നേരം ഇരുന്ന് കണ്ടോളൂ. ഞാൻ അപ്പോഴത്തേക്കും പെട്ടെന്ന് തുണിയെല്ലാം അലക്കി എന്നിട്ട് അലക്കിയിട്ട് ഡ്രയറിലിട്ടൊന്ന് ഉണക്കിയെടുക്കും കേട്ടോ. അല്ലെങ്കിൽ ഈ മഴക്കാലത്ത് ഭയങ്കര പാടാണ്. നമ്മൾ എത്ര തുണി വിരിച്ചിട്ടാലും അത് ഭയങ്കര നനവോടെ ഇരിക്കും. അന്നേരം പെട്ടെന്ന് അത് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഡ്രയറിലിട്ടൊന്ന് കറക്കിയിട്ട് ഇടും. നമ്മൾ കുറച്ച് വീട്ടുമുറ്റത്ത് കുറച്ച് പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഋഷിക്കുട്ടനും മാത്രമുള്ള. അന്നേരം ഋഷിക്കുട്ടൻ അത് എങ്ങനെയാണ് കറങ്ങണേന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്ന് നിൽക്കണേ. അമ്മ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് അതിൽ നിന്ന് തുണിയെല്ലാം എടുത്ത് വിരിച്ചിട്ടു കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് കഞ്ഞി വെക്കണമായിരുന്നു. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലിരുന്ന പാത്രങ്ങളെല്ലാം എടുത്ത് മേളിലേക്ക് വെച്ചിട്ട് പെട്ടെന്നൊന്ന് അവിടെയെല്ലാം വൃത്തിയാക്കിയിട്ട് അരി ഞാൻ നേരത്തെ കുറച്ച് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളം വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴുകി വെച്ചിട്ട് അരിയെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അരിയെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വീടും കൂടി ഒന്ന് വൃത്തിയാക്കണം. അതിനിടയ്ക്ക് ഞാൻ മുഖത്തൊരു ഫേസ് പാക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അന്നേരം അത് ഉണങ്ങുമ്പോഴത്തേക്കും അടിച്ചു വാരാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തൂത്ത് വരും കേട്ടോ. ഞാൻ അപ്പോഴത്തേക്കും കഥ തുറന്നപ്പോഴത്തേക്കും ഋഷിക്കുട്ടൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. നല്ല ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ. അത് സ്റ്റെപ്പയിലൊക്കെ നന്നായിട്ട് വെള്ളം വീഴും. കുഞ്ഞ് തെന്നി വീഴുന്നതുകൊണ്ട് നമ്മളെപ്പോഴും കഥ അടച്ചാട്ടോ ഇടുന്നത്. വിളക്ക് കത്തിക്കാൻ മാത്രമാണ് തുറന്നിടാറുള്ളൂ. അങ്ങനെ അരിയൊക്കെ എടുത്ത് വെച്ചു. ഞാൻ പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വന്നു കേട്ടോ. മുഖത്ത് ഫേസ് പാക്ക് ഇട്ടുകൊണ്ട് നമ്മൾ മസ്റ്റായിട്ട് ഒരു മോയ്സ്ചർ ക്രീം ഇടണേ. അല്ലെങ്കിൽ നമ്മുടെ മുഖം നന്നായിട്ട് ഡ്രൈ ആവും. മുഖം നോക്കുന്ന പോലെ തന്നെ നമ്മുടെ ബോഡിയിലും അതുപോലെ തന്നെ ലോഷൻ യൂസ് ചെയ്യണം. ഇപ്പോൾ ഒന്നാമത് തണുപ്പ് കാലമായതുകൊണ്ട് പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. അപ്പോൾ ബായ്.